ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും വലിയ ഒരു അപ്ഡേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു മാധ്യമത്തിൽ വന്ന ഓൺലൈൻ പോർട്ടലിൽ വന്നതാണ്. ഞാനത് വായിക്കാം. അതിനു മുമ്പായിട്ട് താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മറ്റൊന്നും കൊണ്ടല്ല, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദ മിഡിൽ ഈസ്റ്റ് ഈസ് ദ പോയ്സ്ഡ് for a potential conflict as tension between Israel and Iran reach a critical points according to intelligence source and regional analysis. The direct military confrontation is anticipated within the next 48 hours. 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഇറാൻ വലിയ രൂപത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ ഒരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയും മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള അനാലിസിസിൻ്റെ ആളുകളാണ് പറയുന്നത്. അത്ര പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ, ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയേ സാധിക്കുള്ളൂ. അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ആളുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരണമെന്ന് കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗ്ലോബൽ പവർ ആസ് കോസ്റ്റ്ലി മോണിറ്ററിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മൊത്തം ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഒറ്റടിക്ക് പറയാൻ പറ്റുന്നത്, ഇസ്രായേൽ ഇറാൻ 2027 ആകുന്നതിന് മുമ്പ് തന്നെ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ മാസം തന്നെ അഥവാ 2 ദിവസം കൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറെ സാധ്യതയുള്ള മറ്റ് കഥകളും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പൽ ഓൾറെഡി ഇറാൻ്റെ ആക്രമണത്തിന് പാകപ്പെട്ട് ദൂരസ്ഥലത്ത് നെങ്കൂരമിട്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇതിൻ്റെ പിന്നാലെ വായിക്കുമ്പം ഈ വാർത്ത ഏറെക്കുറെ അതിനോട് സാമീപ്യമുള്ളത് കൊണ്ട് തന്നെ നമുക്കത് അംഗീകരിച്ച് കൊടുക്കാൻ പാകത്തിലാണ്. പക്ഷേ ഇസ്രായേൽ ആയതുകൊണ്ട്, അഥവാ ഇസ്രായേലാണ് പറയുന്നത് 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാളിതാ വരുന്നു, ഇതാ എത്തിപ്പോയി എന്നൊക്കെ. പക്ഷെ അതുപോലെ ആയിരിക്കുമോ ഈ 48 മണിക്കൂറും എന്ന് തോന്നിപ്പോവാണ്. മറ്റ് അനേകം കാര്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞിട്ട് ഒരു കാര്യത്തിലും അത് വേണ്ട രീതിക്ക് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇറാൻ്റെ എല്ലാം നാമാവിശേഷമാക്കി എന്ന് ട്രംപണ്ണനും ഇതേപോലെ നെതന്യാഹും പറഞ്ഞിട്ട് മാസം 6 കഴിഞ്ഞു. ഇതുവരെ അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെ പ്രൊട്ടസ്റ്റുകാരെ പറഞ്ഞു വിട്ട് ഞങ്ങളെ സഹായം ഉടനെ എത്തുമെന്ന് പറഞ്ഞിട്ട് പ്രൊട്ടസ്റ്റുകാർ തന്നെ ഇവർക്കെതിരെ തിരിഞ്ഞു നിന്നിട്ടുണ്ട്. അതുപോലത്തെ ഒരു 48 മണിക്കൂർ ആകുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്താണെങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ എന്താണ് അവിടെ സംഭവിക്കാൻ സാധ്യത എന്ന് അറിയിക്കുക. കാരണം ഇവിടെ കപ്പലുകളൊക്കെ നങ്കൂരമിട്ടിട്ടുണ്ടെങ്കിൽ പോലും, അനുബന്ധമായിട്ടുള്ള അലയൊലികൾ ആ ഏരിയകളിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും, ഒരു പെട്ടെന്നൊരു അറ്റാക്ക്, അതും പറഞ്ഞുകൊണ്ടൊരു അറ്റാക്ക് നമ്മുടെ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാൻ്റെ ആ ലെവലിൽ നമ്മൾ എടുത്തു നോക്കിയാൽ മനസ്സിലായിട്ടില്ല. അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം 2025 ജൂൺ 13 അവർ വന്നിട്ട് അറ്റാക്ക് നടത്തുന്നത് പിറ്റേ ദിവസം ട്രംപുമായിട്ട് ഒരു ധാരണയിലെത്തും, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണമായിട്ടുള്ള ഒരു വിശാല ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് വ്യാഴാഴ്ച ദിവസം അങ്ങനെ ചർച്ചയ്ക്ക് വെക്കുന്ന ദിവസമാണ് ബുധനാഴ്ച രാത്രി വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു അറ്റാക്ക് അപ്രതീക്ഷിതമായിട്ട് കൊണ്ട് തന്നെ ആയതുകൊണ്ട് വലിയ ഒരു പ്രത്യാഘാതം ഇറാനെ ഏൽപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞങ്ങളിതാ വരുന്നു എന്നൊക്കെ പറയുമ്പം ഒരു അവിശ്വാസത തോന്നിപ്പോകുന്നുണ്ടോ? എനിക്ക് മാത്രമാണ് തോന്നുന്നതെങ്കിൽ എൻ്റെ രീതി പല വാർത്തയും സമ്മർ ചെയ്ത് നോക്കുമ്പം ഇത് വെറും ഒരു പുളുവായിട്ടാണ് തോന്നുന്നത്. പേടിപ്പിച്ച് നിർത്തുക എന്ന് പറയുന്ന ഒരു സൈക്കോളജി മൂവ്മെൻ്റ് ആണല്ലോ. ഇതാ ഞങ്ങൾ വരുന്നു, ഞങ്ങളിപ്പോൾ എത്തും, ഇപ്പം അടിക്കും, ഇപ്പം തകർക്കും എന്നൊക്കെ പറയുന്ന രീതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അഥവാ ഇറാൻ്റെ ഒരു സ്വസ്ഥമായ രൂപത്തിലേക്ക് ഭരണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിട്ടൂരമായിരിക്കാം ഇത്. എന്താണെങ്കിലും അമേരിക്ക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ അമേരിക്ക എന്ന് പറയുന്ന സംഘശക്തി ഇറാനെ തകർത്ത് കളയും. അത് പ്രതിജ്ഞാബദ്ധമാണ്. മാത്രമല്ല ജൂതൻ്റെ സ്വപ്നഭവനമായിട്ടുള്ള ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഏതാനും വർഷങ്ങളെന്നല്ല പറഞ്ഞത്, ഏതാനും മാസങ്ങൾ കൊണ്ട് സ്വായത്തമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. സത്യത്തിൽ ഇറാൻ തകർന്നാൽ പിന്നെ മാസം വേണ്ടി വരില്ല, ഒരാഴ്ച മതിയാവും. കാരണം ഇറാൻ എന്ന് പറയുന്ന വലിയ ഒരു പുള്ളി അവിടെ ഉള്ളതുകൊണ്ടാണ് സൗദി, ഒമാൻ, ഖത്തർ, ദുബൈ, ബഹ്റൈൻ തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ആ ഒരു കടന്നുകയറ്റം ഇവർക്ക് സാധ്യമാകാതെ പോകുന്നത്. ഈ ഇറാൻ ഇവിടെ വീണ് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 48 മണിക്കൂറോ മതി ഈ ഒരു രാജ്യം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുക. അത്ര
അത്രമേൽ അന്തം കമ്മി ആയതുകൊണ്ട് തന്നെ അവരത് പ്രഖ്യാപിച്ചിട്ടെങ്കിലും ആ നാട്ടിലെ ജൂതന്മാർക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പം നമ്മുടെ സ്വർണത്തിൻ്റെ വില കൂടുതൽ വലിയ രൂപയിലേക്ക് അല്ലെങ്കിൽ വലിയ ഫിഗറിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുതന്നെയാണ് ഗ്രീൻലാൻഡിൻ്റെ വിഷയം കൂടി എടുത്തു വെച്ചാൽ സ്വർണത്തിൻ്റെ വില ഒന്നുകൂടിയും മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. എന്തുകൊണ്ടാണ് ഈ സ്വർണം ഇതിലേക്ക് കടന്നു വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആർട്ടിക്കിൾ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാണുമെന്നുള്ള അറിയില്ല. ഇതിൻ്റെ ആർട്ടിക്കിൾ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വർണ്ണവില ഇനിയും കൂടും. ഒരു അനലിസ്റ്റാണ് ഈ കാര്യങ്ങൾ ഈ പുറത്തു വിട്ടിട്ട് 48 മണിക്കൂറിനുള്ളിൽ ഈ ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ അയാളുടെ എന്തെങ്കിലും നല്ല സോഴ്സ് വെച്ചിട്ട് ഇൻ്റലിജൻസ് സോഴ്സ് അതുപോലെ തന്നെ മിലിറ്ററി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതിയിട്ടുള്ള ഒരു പോർട്ടലാണ്. എന്താണെങ്കിലും നമുക്ക് ഇസ്രായേലിനെ നമ്പാൻ പറ്റില്ല. അവർ പറ്റിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇറാനോടാണ് മുട്ടാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതുകൊണ്ട് 48 മണിക്കൂർ ചിലപ്പോൾ 480 മണിക്കൂർ ആകാൻ സാധ്യതയുണ്ടോ എന്ന് 2 ദിവസത്തിന് ശേഷം നമുക്ക് നോക്കാം. കാരണം കപ്പലുകളൊക്കെ നങ്കൂരമിട്ടിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരുക്കങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ ഏരിയയിൽ നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള അയൺ ഡോമും അതേപോലെ തന്നെ നാരോ 3 സിസ്റ്റവും ഒക്കെ അവർക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുമോ അതിനൊക്കെ ആവശ്യമായ എല്ലാ കുന്നിൻ മണ്ടകളിൽ പോയിട്ട് സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അഥവാ ഇറാൻ്റെ ആ മിസൈൽ ആക്രമണത്തെ നല്ല രൂപത്തിൽ 100% തടഞ്ഞു നിർത്താനും ഇസ്രായേലിനെ വളരെ നന്നായി സെക്യൂർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിൽ പല കുന്നുകളിലായിട്ട് കൊണ്ടുപോയി നാട്ടിയത് നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ഒരുപക്ഷെ ആ നാട്ടം അല്ലെങ്കിൽ ആ ഒരുക്കപ്പാടുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതിലേക്ക് കഴിഞ്ഞു എന്നതിലേക്കുള്ള ഒരു സൂചനയായിരിക്കാം 48 മണിക്കൂർ കൊണ്ട് ഞങ്ങളിതാ യുദ്ധത്തിന് വരുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത്. സത്യം അവിടെ യുദ്ധത്തിന് പോകാൻ സാധ്യത, പറഞ്ഞിട്ട് പോകാനുള്ള സാധ്യത ഇസ്രായേലിൻ്റെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അറിയുന്ന ആളുകൾക്ക് പറയാൻ പറ്റും ഇവർ പറഞ്ഞിട്ട് പോകില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തു വെക്കുന്നത് വെച്ചാൽ ഞങ്ങളിതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറാൻ അടിക്കുകയാണെങ്കിൽ കരുതി അടിച്ചോ, ഞങ്ങളുടെ രാജ്യം വളരെയേറെ സെക്യൂറാണ്, ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല എന്നൊക്കെ അറിയിക്കാൻ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായി പറയുന്ന കാര്യമാകാനാണ് സാധ്യത. എന്താണെങ്കിലും ഹൈ ടെൻഷനിലേക്ക് മിഡിൽ ഈസ്റ്റ് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വശം. ഓരോ പോയിൻറ്റ്സായിട്ട് പ്രവാസികളെ ഇത് ബാധിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള ജോലികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത. പേടിപ്പിക്കാൻ പറയല്ല കേട്ടോ, ഞാൻ എഴുതിയത് ഉണ്ടാക്കിയതുമല്ല ഞാൻ വായിച്ചത്. അവിടെ എന്താ സംഭവം, ഇവർ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് അവിടെ ഇസ്രായേലിലേക്ക് വേണ്ട വിധത്തിൽ സാധിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് നേരെ തിരികെ ഗൾഫ് മണ്ണിലേക്കായിരിക്കും. അഥവാ ഇറാൻ്റെ എല്ലാ ആയുധശേഖരവും ഗൾഫ് നാടുകളിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. അഥവാ അവിടെയുള്ള ആ ഒരു സംവിധാനങ്ങൾ നാരോ സിസ്റ്റവും അയൺ ഡോമും അതുപോലെ തന്നെ താഡ് സംവിധാനങ്ങളും ഒക്കെ ഇറാൻ്റെ ആ വലിയ ആ ഒരു മിസൈൽ സംവിധാനത്തെ തകർക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് അത് വലിയ രൂപത്തിൽ പ്രയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്ക് ഈ പ്രഖ്യാപനം വന്നതോടുകൂടി ഹൈ അലേർട്ടിലേക്ക് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാൻ്റെ ഒരു റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗമായി വരുമായിരിക്കും. വന്നാൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇറാൻ അത് നേരത്തെ പറഞ്ഞത് അവർ പറയുന്നതൊന്നും നോക്കണ്ട, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളിത് കാര്യമാക്കുന്നില്ല എന്ന ട്രംപിനെ കുറിച്ച് പറഞ്ഞത്. പക്ഷേ നെതന്യാഹുവാണ് ഈ വിഷയം അഥവാ ഈ IDF അഥവാ ഈ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അത് അത്ര കണ്ട് തള്ളിക്കളയോ ഇറാൻ എന്നുള്ളത് സംശയമാണ്. എന്താണെങ്കിലും ഇറാൻ്റെ പ്രതികരണം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.